പുതപ്പ ഒരു ഷോള് നോക്കിക്കോണേ, കളറൊന്ന് ശ്രദ്ധിച്ചോ, കളർ കോഡൊന്ന് ശ്രദ്ധിച്ചോ. വിജയണ്ണന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഗൈസ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഇലക്ഷൻ റിസൾട്ട് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ UDF ഞെട്ടിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ ഞെട്ടിച്ചത് തമിഴ്നാട്ടിൽ വിജയാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വിജയ് ജയിക്കണമെന്ന്. പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു 10-70 സീറ്റൊക്കെ പുള്ളിക്കാരൻ തൂക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇജാതി ലീഡ് 100-108 പരം സീറ്റ് പുള്ളി തൂക്കുമെന്ന് തൂക്കിയതല്ല, അടലോടെ വാരിയെടുത്തും കൊണ്ടുപോയി. വിചാരിച്ചില്ല ഒരു പാർട്ടി തുടങ്ങി അതിന്റെ ഫസ്റ്റ് ഇലക്ഷനിൽ തന്നെ റൂളിംഗ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി ഇനി ഞങ്ങൾ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് സിനിമയിൽ പോലും ഇങ്ങനെ ഇമാതിരി മാസ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് റിയൽ ലൈഫില് മാസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. പല സിനിമയ്ക്കകത്തും ഇതുപോലെയൊക്കെയുള്ള അട്ടിമറികളൊക്കെ നമ്മൾ പല തമിഴ് സിനിമയിലും കണ്ടിട്ടുണ്ട്. ബട്ട് റിയൽ ലൈഫില് ഇതിങ്ങനത്തെ ഒരു അട്ടിമറി സാധ്യമാകുമെന്ന് എൻ്റെ ജന്മത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ തമിഴ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. സത്യം ഞെട്ടിത്തരിച്ചു. ഞാൻ രാവിലെ എണീറ്റ സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിലെ റിസൾട്ട് അല്ല, ഞാൻ ഒരു 8-9 മണി ആയപ്പോഴാണ് എണീറ്റത്. റിസൾട്ട് അല്ല നോക്കിയത്. ആദ്യം തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ചാനൽ തപ്പിപ്പിടിച്ച് പോയിട്ട് അവിടെ വിജയുടെ ലീഡാണ് ഞാൻ നോക്കിയത്. അന്ന് രാവിലെ നോക്കിയപ്പോൾ തന്നെ പുള്ളി ഒരു 10-60-70 സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട്. എന്നെ തുടങ്ങിയതേ ഉള്ളൂ. തുടക്കം തൊട്ട് പുള്ളി ലീഡ് ചെയ്യുന്നുണ്ട്. അതും സ്റ്റാലിൻ 3rd പൊസിഷനിലാണ് നിന്നോണ്ടിരുന്നത്. ആൻഡ് ഇന്ന് സ്റ്റാലിൻ തോറ്റ് പണ്ടാരടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ. തമിഴ്നാടിന്റെ ക്യാപ്റ്റൻ കപ്പിത്താൻ തോറ്റിരിക്കുന്നു. മൊത്തത്തിൽ വോട്ട് എണ്ണി തീർന്നിട്ടില്ല. ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് ഈ വോട്ട് കംപ്ലീറ്റ് എണ്ണിയിട്ട് എത്ര സീറ്റ് കിട്ടി, എത്ര സീറ്റ് ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം നിലവിൽ ഒരു 40 സീറ്റിൽ TVK വിജയിച്ചിട്ടുണ്ട്. ബാക്കി 68 സീറ്റിൽ വ്യക്തമായി ലീഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 108 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ മൊത്തം ഉള്ളത് 234 സീറ്റാണ്. 118 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മെജോറിറ്റി ആയിട്ട് മന്ത്രിസഭ രൂപീകരിക്കാം, CM ആവാം. ഒരു 10 സീറ്റിന് കുറവുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് കൂടെ വേണം. പിന്നെ ബാക്കിയുള്ളവന്മാർ ജോയിൻ ആവാതിരുന്നു കഴിഞ്ഞാൽ വിജയ്ക്ക് പുല്ലുപോലെ CM ആകാനും പറ്റും. ഇപ്പം ഇതാണ് നിലവിലുള്ള കണ്ടീഷൻ. വിജയ് 2 സ്ഥലങ്ങളിലായിരുന്നു നിന്നിട്ടുള്ളത്. ഒന്ന് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്. അവിടെ ഞാൻ കുറേ നേരം മുമ്പ് നോക്കിയ സമയത്ത് 10-24,000+ വോട്ടിന് പുള്ളി ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ജയിച്ചോന്നറിയില്ല. അതുപോലെ തന്നെ പേരമ്പൂരിൽ നിന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു 50,000 വോട്ടിനടുത്ത് പുള്ളി ലീഡ് ചെയ്യുന്നുണ്ട്. 2 സ്ഥലങ്ങളിലും വിജയ് ലീഡ് ചെയ്യുന്നുണ്ട്. വ്യക്തമായ ലീഡുണ്ട്. ഇനി നമുക്ക് സ്റ്റാലിനിലോട്ട് വരാം. സ്റ്റാലിൻ VS ബാബുവിനോട് തോറ്റിരിക്കുകയാണ്. 8,795 വോട്ടിനാണ് സ്റ്റാലിൻ തോറ്റത്. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ VS ബാബുവിനെ കൊണ്ട് അവിടെ നിർത്തിയത്, സ്റ്റാലിൻ അഗ്നിസ്റ്റ് ആയിട്ട്. ഈ VS ബാബു ആരാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. DMKയുടെ ഒരു പ്രവർത്തകനായിരുന്നു. 2011 സ്റ്റാലിൻ ഇപ്പൊ ഈ തോറ്റ മണ്ഡലത്തിൽ ലാസ്റ്റ് 3 ഇലക്ഷൻ ആയിട്ട് സ്റ്റാലിൻ വ്യക്തമായി അവിടെ വിജയിച്ചു വന്ന മണ്ഡലമാണ് കൊളത്തൂർ എന്ന് പറയുന്ന മണ്ഡലം. 2011, 16, 21. 2011 ഈ സ്റ്റാലിന്റെ ഇലക്ഷൻ ക്യാമ്പയിന് ചുക്കാൻ പിടിച്ചത് ഇപ്പം സ്റ്റാലിനെ തോപ്പിച്ചിട്ടുള്ള VS ബാബുവാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. കഴിഞ്ഞ കൊല്ലം ഇതേ കൊളത്തൂരിൽ ഏതാണ്ട് 58,000 വോട്ടിനാണ് സ്റ്റാലിൻ വിജയിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ VS ബാബു കാരണമൊന്നും അല്ല, ഒറ്റ പേര് വിജയ് എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യന്. ഇവിടെ 234 സ്ഥലത്തും ഓരോ ആളുകൾ നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഓരോ ആളും അവിടെ നിന്ന വ്യക്തിക്കല്ല വോട്ട് കൊടുത്തേക്കുന്നത്, വിജയ്ക്കാണ് വോട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഈ VS ബാബുവിനെ പറ്റി 2 വാക്ക് സംസാരിക്കണം നമുക്ക്. 2006 DMKക്ക് വേണ്ടിയിട്ട് പുരസവാക്കം എന്ന് പറഞ്ഞിട്ടുള്ള മണ്ഡലത്തിൽ നിന്നിട്ട് 90,000 വോട്ടിന് വിജയിച്ച വ്യക്തിയാണ്. നോർത്ത് ചെന്നൈ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിട്ട് 2011 വരെ DMKയിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ 2011 ആ ഒരു ക്യാമ്പയിൻ, ഈ സ്റ്റാലിന് വേണ്ടി കൊളത്തൂരിൽ ആ ക്യാമ്പയിൻ അറ്റൻഡ് ചെയ്തതും ഇദ്ദേഹമായിരുന്നു. പക്ഷെ അന്ന് വോട്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് നാരോ മാർജിനിലാണ് സ്റ്റാലിൻ വിജയിച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബ്ലെയിം ചെയ്യുകയും ഇങ്ങനെ DMK ആയിട്ട് അങ്ങനെ ഉടക്കി. എന്നിട്ട് ഇദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് AIADMKയിൽ വർക്ക് ചെയ്തിട്ടുള്ള PK ശേഖർ ബാബുവിനെ കൊണ്ടുവന്നു. അതേ തുടർന്ന് ഇങ്ങനെ പോയിട്ട് AIADMKയിൽ ചേരുകയും പിന്നെ 2026 വിജയ് പാർട്ടി രൂപീകരിച്ച സമയത്ത് 2026 ഫെബ്രുവരി 7 TVKയിൽ വന്ന് ജോയിൻ ചെയ്തു. എന്നിട്ടാണ് ഇയാൾ ഈ സ്റ്റാലിൻ അഗ്നിസ്റ്റ് ആയിട്ട് മത്സരിച്ച് അവിടെ വിജയിച്ചത്. ഇയാളുടെ ഇപ്പോഴത്തെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് കേൾപ്പിക്കാം. SP ബാബു, വിജയ് എന്തു പറഞ്ഞാലും അനുസരിക്കും, മന്ത്രിയാകുമോ എന്നറിയില്ലെന്നും ബാബു പറഞ്ഞു. அது எங்களுடைய வெற்றி, தந்த தலைவருடைய வெற்றி, தமிழ்நாட்டின் வெற்றி. அதெல்லாம் அவர் தான். எல்லாமே அவர் தான் சொல்லணும். நம்ம சொல்ல வேண்டியது எல்லாம் சொல்ல வேண்டியதும் எங்களுடைய தளபதி அவர் எல்லாம் சொல்லுவார். அவர்
എല്ലാ അണ്ണൻ என்ன கட்டளை இருக்கிறாரோ அந்த கட்டளைக்கு கீழ்ப்படிந்த ஒரு தொண்டர், കൊളത്തൂർ തൊகுതിയുടെ തൊണ്ടൻ. തൊണ്ടനെന്ന് വെച്ചാൽ അടിമ ഒന്നുമല്ലോ, എന്തുവാടെ എനിക്ക് അറിയത്തില്ലേ തൊണ്ടൻ എന്തുവാ അത്. അപ്പൊ വിജയ് അണ്ണന്റെ തൊണ്ടനാണെന്നാണ് അണ്ണൻ പറയുന്നത്. ഇനി എങ്ങനെ ഈ വിജയ് വിജയിച്ചു എന്നുള്ള കാര്യം സ്റ്റിൽ ഒരു മിറക്കിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് വിജയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ നിങ്ങളൊന്ന് കാണണം. അതിനകത്ത് എന്തൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാനൊന്ന് പറയാം ഓരോ കാര്യങ്ങളും. ഫസ്റ്റ്, സ്ത്രീക്ഷേമം. കുടുംബനാഥയായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം നൽകും. അടുത്തത് വിവാഹ സഹായം. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് വിവാഹ സമയത്ത് 1 പവൻ സ്വർണവും പട്ടുസാരിയും. ഇതുകൂടാതെ വർഷത്തിൽ 6 ഗ്യാസ് സിലിണ്ടേഴ്സ് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അതും കൂടാതെ സ്ത്രീകൾക്ക് തമിഴ്നാട്ടിൽ സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്യാം. അടുത്തത് സ്വയം സഹായ സംഘങ്ങളുണ്ട്, അവർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. ഇനി യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. തൊഴിലില്ലാതെ വീട്ടിൽ ഇരുന്നാലും വേതനം തരും നമ്മുടെ വിജയ് അണ്ണൻ. തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പ്രതിമാസം 4000 രൂപ. ചില്ലറ പൈസയാണോ? വെറുതെ പണിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് 4000 രൂപ കിട്ടൂടെ? അത് ഡിപ്ലോമ എടുത്തിട്ടുള്ളവരാണെങ്കിൽ 2500 രൂപയും കിട്ടും. എന്ത് വണ്ടിക്കാശെങ്കിലുള്ള പൈസയെങ്കിലും ആവുമല്ലോ, ഉള്ളതാവട്ടെ. ഇതുകൂടാതെ തമിഴ്നാട്ടിലെ സർക്കാർ ആൻഡ് സ്വകാര്യ മേഖലകളിൽ 75% തൊഴിലവസരങ്ങളും തമിഴന്മാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യും. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട്, 20 ലക്ഷം രൂപ വരെ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ഈടില്ലാതെ വായ്പ നൽകും വിദ്യാഭ്യാസത്തിന്. അടുത്തത് കൃഷിയും മത്സ്യബന്ധനത്തിനും വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങൾ. ഫസ്റ്റ് തന്നെ കടം എഴുതി തള്ളൽ. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്ക് അവരുടെ എല്ലാ സഹകരണ വായ്പകളും എഴുതി തള്ളും. അതുപോലെ തന്നെ താങ്ങുവില. നെല്ലിന് കിൻഡലിന് 3500 രൂപ, കരിമ്പിന് 4500 രൂപ ഒരു ടണ്ണിന് താങ്ങുവില ഉറപ്പാക്കും. പിന്നീട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് 27,000 രൂപ ധനസഹായം നൽകും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സൗജന്യ ഇലക്ട്രിസിറ്റി 200 യൂണിറ്റ് വരെ സൗജന്യമായിട്ട് നൽകും. എനിക്കൊന്ന് ഇത് നേരത്തെ ഉള്ളതാണെന്ന് തോന്നുന്നു. പിന്നീട് കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്. അത് കഴിഞ്ഞിട്ട് സർക്കാർ സേവനങ്ങൾ കൃത്യസമയത്ത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു സർവീസ് ആക്ട് കൊണ്ടുവരും. ഇതൊക്കെയാണ് പുള്ളിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നുമല്ല ഈ തമിഴ് ആൾക്കാർ വിജയ്ക്ക് വോട്ട് കൊടുത്തേക്കുന്നത്. സീരിയസ്ലി അവരുടെ സ്നേഹം കൊണ്ടാണ്, സ്റ്റാലിനോടുള്ള വെറുപ്പ് കൊണ്ടാണ്, എതിർപ്പ് കൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് UDF അധികാരത്തിൽ വന്നത്? UDFന്റെ ഗുണം കൊണ്ടാണോ? ഒരിക്കലും അല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFനോടൊന്നും പറയാൻ പറ്റത്തില്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ദേഷ്യവും വെറുപ്പും കാരണമാണ് ഇവിടെ LDF പൊട്ടിപ്പാളീസായത്. അല്ലാതെ UDFന്റെ മെച്ചം കൊണ്ടൊന്നുമല്ല. ഇനി ഒരു 5 കൊല്ലം കൂടെ ഈ മുതലിനെ ചുമക്കാൻ വയ്യാത്തതുകൊണ്ട്. തമിഴ്നാട്ടിലും പുതിയൊരു മന്ത്രിസഭ വരണമായിരുന്നു, അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് വിജയ് യൂട്ടിലൈസ് ചെയ്തു, പണിയെടുത്തു, പട്ടിയെ പോലെ പണിയെടുത്തു. അങ്ങേര് വിജയിച്ചു. അങ്ങേര് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരെ പണി തുടങ്ങി. നല്ല രീതിയിലുള്ള പണിയെടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്റ്റിൽ വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് എത്രമാത്രം ആയിരുന്നു എന്ന് മനസ്സിലായത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന സമയത്ത് ഒരു ടീം മാത്രമായിരുന്നു, ഒരു ഏജൻസി മാത്രമായിരുന്നു TVKക്ക് 98 തൊട്ട് 120 സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഉള്ള എക്സിറ്റ് പോൾ ഏജൻസീസ് ചാണക്യ ആണെങ്കിലും PMark ആണെങ്കിലും പീപ്പിൾസ് പൾസ്, മെട്രിക്സ്, JVC ഇവരെല്ലാവരും TVKക്ക് കൊടുത്തേക്കുന്ന സീറ്റ്സ് നോക്ക്. 52, 74, 16, 26, 18, 24, 10, 12, 8, 15 വെറും താഴെയുള്ള ഇതായിരുന്നു. എല്ലാവരും കൂടുതൽ DMK സ്റ്റാലിന്റെ പാർട്ടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ റിസൾട്ട് വന്ന സമയത്തോ നേരെ തിരിഞ്ഞ് ഉൾട്ടയടിച്ചു. ഈ ആക്സിസ് മൈ ഇന്ത്യ ഏജൻസിയുടെ ഫൈൻഡിങ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, യൂത്ത് സുനാമി. പുതുതായിട്ട് വോട്ട് ചെയ്യുന്ന 68% യൂത്തുകളും TVKക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂത്ത് മൊത്തം, എനിക്ക് തോന്നുന്നു 35-40 വയസ്സിന് താപ്പോട്ടുള്ള ആളുകൾ മൊത്തം TVKക്കാണ് വോട്ട് കൊടുത്തേക്കുന്നത്. അവരാണ് വിജയെ വിജയിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് വിജയ് പ്രോപ്പറായിട്ട് വിജയുടെ ഫാൻസിനെ വിജയുടെ വോട്ടേഴ്സായിട്ട് മാറ്റാൻ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഫാൻസിനെ കിടിലമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ കുട്ടികൾ, പിഞ്ചു പിള്ളേർ സ്വന്തം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുകയാണ് വിജയ് മാമന് വോട്ട് ചെയ്യുക? എവിടെങ്കിലും നടക്കുന്ന പരിപാടിയാണോ ഇത്? പക്ഷെ തമിഴ്നാട്ടിൽ നടക്കും. എത്ര കുട്ടികളാണ് അവരുടെ വാശി പിടിച്ച് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നത്? പിള്ളേരെ കൊണ്ട് വരെ ക്യാൻവാസ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്, വോട്ട് ചോദിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ വിദേശത്തുള്ള എത്രയോ ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് വിജയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നിട്ടുള്ളത്. എനിക്കൊന്ന് ഇതുവരെ ഒരാൾക്ക് വേണ്ടിയിട്ടും ഇത്രയും ഒരു സപ്പോർട്ട്
എബ്രോഡിൽ നിന്ന് നാട്ടിൽ വന്നാലും വോട്ട് ചെയ്തിട്ടില്ല. ഒരു ഇന്ത്യയിൽ വേറെ എങ്ങും അങ്ങനെ നടന്നിട്ടുണ്ടോ സംശയമാണ്. വന്നിട്ടുള്ള എത്ര ആയിരം ആൾക്കാരാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കുറെ 1000-2000 ആളുകളെ വന്നിട്ടുള്ളെങ്കിൽ പോലും അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് വലുതാണ്. കാര്യം ഇത്രയും ജർമ്മനി, ചൈന, സ്വീഡൻ, ലോകത്തിന്റെ എവിടൊക്കെ തമിഴ് ആൾക്കാരുണ്ടോ, വിജയ് സപ്പോർട്ടേഴ്സ് ഉണ്ടോ, അവരെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റിന് പൈസ മുടക്കി നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് ചില്ലറ ഇമ്പാക്റ്റ് അല്ല. അതുപോലെ തന്നെ ഓരോ പ്രോഡക്ട്സ്, കുപ്പി, പിള്ളേരുടെ തൊപ്പി, പിള്ളേരുടെ ഉടുപ്പ്, ബാഗ്, ബുക്ക്, എവിടെ നോക്കിയാലും TVK റോബോട്ടിനെ വരെ TVK വെച്ച് ഇറക്കി. പിന്നീട് വിജയ് സെന്റിമെന്റ്സ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേട്ടയാടപ്പെടുന്നു എന്നൊരു നറേഷൻ അല്ല, അത് സത്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഒന്ന് കലൂർ റാലി 40-41 ആൾക്കാർ മരിച്ചു. അതിന്റെ ചുമതല വിജയുടെ തലയിൽ കെട്ടിവെച്ച് പുള്ളിയെ അടിച്ച് താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ സംഗീതയുടെ ഡിവോഴ്സ്, അതും DMK കളിച്ചാണോ ഇല്ലയോ നമുക്കറിയില്ല, അത് കൊണ്ടുവന്നു. പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടുള്ള അഭീതമൊക്കെ. പക്ഷെ എന്നാൽ പോലും ഇതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ സിനിമ, ഏറ്റവും ലാസ്റ്റ് സിനിമ ജനനായകൻ, അതിന്റെ റിലീസ് തടയുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതാ പറഞ്ഞ് സ്വയം പുള്ളി ഒരു വേട്ടയാടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു നറേഷൻ ജനങ്ങളിലോട്ട് എത്തിക്കാനും ആ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കി എടുക്കാനും പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ആൾക്കാർ അറിയാലോ, സെന്റിമെന്റ്സിന് അവര് ഉയിര് കൊടുക്കും വിജയ് അണ്ണന്. ഇനി ജനനായകൻ ഇറങ്ങുവാണെങ്കിൽ ടൈറ്റിൽ കാർഡ് ഇളയ ദളപതി എന്നൊന്നും ആയിരിക്കത്തില്ല, CM, തമിഴ്നാട് CM വിജയ്, ഇങ്ങനെ ആയിരിക്കും അതിന്റെ ടൈറ്റിൽ കാർഡ്. വേറെ ലെവല് റിയൽ ലൈഫ് മാസ് എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടില്ല ഇങ്ങനത്തെ ഒരു മാസ്. ഗോട്ട് സിനിമയിലെ നമ്പർ പ്ലേറ്റ് ആണ് TN07CM2026. അന്ന് സാധനം ചർച്ചാ വിഷയമായി. പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് സീരിയസ്ലി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വൺ മോർ തിങ്, ഇന്ന് മെയ് 4 തൃഷയുടെ ബർത്ത്ഡേ. അണ്ണന്റെ തൃശയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ്, ഇതിനേക്കാളും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റിന് കൊടുക്കാനില്ല. നിന്റെ ബർത്ത്ഡേ അന്ന് തന്നെ ഞാൻ CM ആവണമെന്ന് മുടിയെടുത്തതുപോലെ. രാവിലെ 1-2 സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. വിജയ് അണ്ണന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ബർത്ത്ഡേയുടെ ഇത് വേണ്ടിയിട്ട് തിരുപ്പതി പോയതാണെന്നൊക്കെയാണ് പറയുന്നത്. തിരുപ്പതി ദർശനം നടത്തി നടി തൃഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ദർശനം നടക്കാൻ നേരത്തെ ആ ഒരു പുതപ്പ്, ആ ഒരു ഷോള് നോക്കിക്കോണേ. കളർ കോഡ് ഒന്ന് ശ്രദ്ധിച്ചോ. വിജയ് അണ്ണന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഗൈസ്, വിജയ് അണ്ണന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് നേരെ ഇത് കഴിഞ്ഞ് വിജയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ന്യൂസോടെ ഞാൻ വെക്കാം. നടൻ വിജയുടെ ചെന്നൈയിലെ വീട്ടിൽ ആഘോഷം. നമ്മുടെ നടി തൃഷ വിജയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. തൃഷയുടെ പിറന്നാൾ, വിജയുടെ വീട്ടിൽ തൃഷ എത്തുന്നു. വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ. ആനന്ദതുന്ദലിതമായ TVK അണികൾ, TVK അണികൾ, വളരെ സന്തോഷമുള്ള നിമിഷങ്ങൾ. അപ്പം മൊത്തത്തിൽ ഇന്ന് ആനന്ദ തുന്തിരിതമായിരുന്നു തമിഴ്നാട്. അപ്പം ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിജയണ്ണൻ തൂത്തുവാരി, സ്റ്റാലിനെയും കൂടെ തൂത്തുവാരി ആ ചവിട്ടുകൊട്ടയ്ക്കകത്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇനി എന്തിനാണോ അണ്ണ നിർത്തി പോണ, ഇനി അണ്ണനൊരു തിരിച്ചുവരവുണ്ടെന്ന് തോന്നുന്നില്ല. സോ കൂടുതലൊന്നും പറയുന്നില്ല. വിജയണ്ണൻ TVK ജയ്. അപ്പൊ ശരി, ബൈ.